ഹായ് ഗൈസ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം വലിയൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യർ പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലപ്പെടുന്നു. അവിടെ പോലും ഇതൊരു മതപ്രശ്നമായി കണ്ടുകൊണ്ട് വേക്കപ്പ് ഹിന്ദുസ് എന്ന് പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു ദിയ? ആക്ച്വലി 30ഓളം ആൾക്കാരെ വധിച്ചവർ എന്താണോ വിചാരിച്ചത് അതാണ് ദിയയെ പോലുള്ള ആൾക്കാരുടെ പോസ്റ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ ഇന്ത്യയിലുള്ളവരെ കൊണ്ട് തമ്മിലെടുപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്, എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദിയ കൃഷ്ണ ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ്. പലരും കണ്ടു കാണും. വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടത്. ദിയ പോസ്റ്റ് ഇട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുള്ളിക്കാരി ഈ വേക്കപ്പ് ഹിന്ദുസ് എന്നുള്ളത് ഷെയർ ചെയ്തത്. ഡിലീറ്റ് ആക്കിയെങ്കിൽ കൂടി പബ്ലിക് ആയിട്ട് ഇട്ട പോസ്റ്റ് ആണല്ലോ അത്. ഇനി എന്തൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല, പോസ്റ്റ് ഇട്ടോ അത് പോസ്റ്റ് ഇട്ടത് തന്നെയാണ്. എന്തായാലും ദിയെ പോലെ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടിയായി പോയത്. ആക്ച്വലി ദിയ ഈ പോസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതെനിക്ക് മനസ്സിലായില്ല. ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമായി കണ്ടുകൊണ്ട് ആ രീതിയിൽ ഇത് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ ഇത് ഒരു മതപ്രശ്നമായി കാണണമെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശമെന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. ഈ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് അല്ലായിരുന്നു ഇടേണ്ടിയിരുന്നത്. ഇനി എന്തായാലും പെഹൽഗാമിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തത് ആരുമില്ലായിരിക്കും. നമുക്കറിയാം, കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പെഹൽഗാം. കാഴ്ചയിൽ സ്വിറ്റ്സർലൻഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പെഹൽഗാം. അതുകൊണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്ന്. നമുക്കറിയാം, കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ വന്നു പോകുന്ന സഞ്ചാരികൾ എന്തായാലും പതിവ് പോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച കുറെ ഗസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു പാർക്കിൽ കുറച്ച് വിനോദസഞ്ചാരികൾ വൈകുന്നേര സായന സഞ്ചാരത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടരെ പൈൽമരങ്ങൾക്കിടയിൽ കൂടെ കുറച്ചു മനുഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടു. പട്ടാളക്കാരുടെ വേഷത്തിലായിരുന്നു അവർ പ്രത്യക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ആ പാർക്കിലുള്ള പുരുഷന്മാരെ എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് മതമേതാണെന്ന് ചോദിച്ചു. ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ഉടനെ വെടിവെച്ചു കൊല്ലുന്നു. ഇവർ പുരുഷന്മാരെ മാത്രമാണ് തെരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊല്ലുന്നത്. സ്ത്രീകളെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ. ഏകദേശം 30-അടുത്ത് വരുന്ന ആ പുരുഷന്മാരെ ഇവർ വധിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? വളരെ ഞെട്ടലോട് കൂടിയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ വാർത്ത വരവേൽക്കുന്നത്. ഞെട്ടലിനപ്പുറത്തേക്ക് ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളപ്പിച്ചൊരു വാർത്തയാണ് ഈ കേട്ടത്. എന്തായാലും പെഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയവരുടെ ഇന്റൻഷൻ ക്ലിയർ ആണ്. ഇതൊരു മതപ്രശ്നമാക്കി മാറ്റണം. അതുകൊണ്ടാണല്ലോ ഹിന്ദു യുവാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ രാജ്യത്തുള്ളവർ തമ്മിലടിക്കുക. അവർ ഇതിനു വേണ്ടിയാണ് ഈ രീതിയിൽ ആക്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അവർ പട്ടാള വേഷത്തിൽ വന്നിട്ട് അവിടെ ആക്രമണം അയച്ചു വിട്ടത്. ഹിന്ദു യുവാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമണം അയച്ചു വിട്ടത്. അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ദിയെ പോലെയുള്ളവർക്കും വേണം. ഇവിടെ വേക്കപ്പ് ഹിന്ദുസ് എന്നല്ല പോസ്റ്റ് വേണ്ടിയിരുന്നത്, വേക്കപ്പ് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു. കാരണം ഇത് പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനെ ആ രീതിയിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദയവേത് ഈ സാഹചര്യത്തിൽ മതത്തിന്റെ പേരും പറഞ്ഞ് ആരും തമ്മിലടിക്കരുത്. അങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രമണം നടത്തിയവരുടെ ഒരു വിജയം കൂടിയാണത്. ദിയെ പോലെ പോസ്റ്റ് ഇടുന്നവരും ആ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ ദിയെ മാത്രമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ് ബോക്സിലെ കമന്റുകൾ എടുത്താൽ മനസ്സിലാവും ഇത് ഭീകരമാണ്. എന്തൊക്കെയാണ് മതം തലക്ക് പിടിച്ചും കമന്റുകളിൽ പറയുന്നത്. ചിലർ ഈ വാർത്തയൊക്കെ എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. ചില വാർത്തകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കാത്തതാണ് നല്ലത്. അമ്മാതിരി കമന്റ്. മുസ്ലിങ്ങളെ മുഴുവൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലരും കമന്റ് ബോക്സിൽ കമന്റ് എഴുതി വെക്കുന്നത്. എന്തെങ്കിലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെലിബ്രിറ്റീസുകൾ പ്രതികരിച്ചു കഴിഞ്ഞുവല്ലേ. എന്തിന് കഴിഞ്ഞ ദിവസത്തെ IPL മത്സരത്തിൽ പോലും കറുത്ത പാന്റ് ധരിച്ചുകൊണ്ടാണ് പ്ലേയേഴ്സ് കളിക്കളത്തിലോട്ട് ഇറങ്ങിയത്. രാജ്യം മുഴുവൻ ഇതിനെ ആ രീതിയിലാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതൊരു മതപ്രശ്നമാക്കി മാറ്റി തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന കുറെ വാണങ്ങൾ. അല്ലാണ്ട് എന്താ ഇവരെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത്? എന്തായാലും ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വെസ്റ്റ് ഫ്രണ്ട് എന്ന സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആക്ച്വലി ഇതൊരു പാകിസ്ഥാൻ ഫണ്ടഡ് സംഘടന എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒളിച്ചും പാത്തും മറ്റൊരു സംഘടനയെ വിട്ടുകളിച്ചെന്ന് വേണം നമ്മൾ സംശയിക്കേണ്ടത്. ഈ മരണപ്പെട്ട 30ഓളം ആളുകൾ, വിനയ് നിർവാൾ എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം അതറിഞ്ഞ ഒരു ഇന്ത്യക്കാരനും പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. പലരും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ
ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് കണ്ടു കാണും. ഒരു ഭർത്താവിന്റെ അടുത്ത് നിസ്സഹായമായിട്ടിരിക്കുന്ന ഒരു ഭാര്യയുടെ ഫോട്ടോ. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കാൻ നിർവാഹമില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത് ഈ സൈഡിൽ കൊടുത്തേനെ. ആ ഫോട്ടോ കൊണ്ട് ഏതൊരാളുടെയും ഹൃദയം തകർന്നു പോകും. എന്തായാലും ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് വിനയ് നർവാൾ എന്ന് പറയുന്ന മനുഷ്യൻ. തൊട്ടടുത്ത് നിസ്സഹായമായിരിക്കുന്ന പെൺകുട്ടിയാണ് അവൻ വിവാഹം ചെയ്ത ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടി. ആക്ച്വലി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ വിനയ് നർവാൾ എന്ന് പറയുന്നത് കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തൊഴിലിൽ നിന്നൊക്കെ ലീവ് എടുത്തു വന്നൊരു മനുഷ്യനാണ് ഈ പറയുന്ന വിനയ് നർവാൾ. ഈ വിനയും ഹിമാൻഷിയൊക്കെ ഹരിയാന സ്വദേശികളായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോകാൻ ആദ്യം പ്ലാൻ ചെയ്തത് സ്വിറ്റ്സർലൻഡിലായിരുന്നു. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഇവരെന്ത് തീരുമാനിച്ചു, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന്. അങ്ങനെയാണ് യൂറോപ്പിലോട്ട് പോകേണ്ടിയിരുന്നവർ കാശ്മീരിലെ സ്വിറ്റ്സർലൻഡിലോട്ട് വന്നത്. അങ്ങനെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കാൻ വന്നപ്പോൾ കാശ്മീരിലോട്ട് പറന്നിറങ്ങി. അങ്ങനെ കാശ്മീരിലോട്ട് പറന്നിറങ്ങി. അവർക്കറിയില്ലായിരുന്നു വളരെ ദുഃഖത്തിലോട്ടാണ് അവർ പറന്നിറങ്ങുന്നതെന്ന്. എന്തായാലും കാശ്മീരിലെത്തി ഇവർ പെഹൽഗാമിലെ ഒരു പാർക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭീകരർ വിനയിനെ പെട്ടെന്ന് വെടിവെച്ച് വീഴ്ത്തിയത്. കണ്ട് തൊട്ടടുത്തിരുന്ന ഭാര്യ ഹിമാൻഷ്യ ഒരു ഷോക്കേറ്റ പോലെ അവിടെ ഇരുന്നു. തന്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിമിഷങ്ങളോളം ഹിമാൻഷ്യ അവിടെ ഷോക്കേറ്റതുപോലെ ഇരുന്നിരുന്നു. ഇത്രമാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. പലരുടെയും ഉറക്കം കളഞ്ഞ ഫോട്ടോ ആയിരുന്നു അതെന്ന് പറയാം. ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആഗ്രഹങ്ങളോടെയും ഒരുപാട് സ്വപ്നങ്ങളോടെയും ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ച പെൺകുട്ടിയാണത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു വന്ന് 27ാം ജന്മദിനം ആഘോഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർ. അത് കഴിഞ്ഞ് തന്റെ ഭാര്യയും കൂട്ടി കൊച്ചിയിലോട്ട് തിരിക്കാനിരിക്കുകയായിരുന്നു. അതിനിടക്കാണ് ഇങ്ങനെ ഒരു വിധി വിനയ് തേടി വരുന്നത്. എന്തായാലും വിനയ് നർവാൾ അടക്കമുള്ള 30ഓളം പേർ അവരെ നരഹത്യ ചെയ്ത മനുഷ്യൻ ആരാണെങ്കിലും അവൻ സ്വപ്നത്തിൽ പോലും മാപ്പർഹിക്കുന്നില്ല. ഇനി മരണപ്പെട്ട 30ഓളം പേരിൽ ഒരു മലയാളം കൂടി ഉണ്ടായിരുന്നത് ഇടപ്പള്ളി സ്വദേശി. ഇതും വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. എന്തായാലും മരണപ്പെട്ട 30ഓളം അടുത്ത് വരുന്ന ഹിന്ദു യുവാക്കൾ ഒരു മുസ്ലിം യുവാവും കൂടിയുണ്ട് കേട്ടോ. സയ്യിദ് ആദിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ധീര യുവാവ്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സയ്യിദ് ആദിലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ അത് സയ്യിദിനോട് കാണിക്കുന്ന അനീതിയായി പോകും. സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് കാശ്മീരി കാണാനെത്തിയ വിനോദസഞ്ചാരികളെ ചേർത്ത് പിടിച്ച മനുഷ്യൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം സയ്യിദ് ആദിൽ. ഇനി എങ്ങനെ ഭീകരവാദികളുടെ തോക്കിന് മുന്നിൽ സയ്യിദ് ആദിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാശ്മീരിലെ ഒരു കുതിര സവാരിയാണ് ആ സയ്യിദ് ആദിൽ. പുള്ളിക്കാരന്റെ ജോലി എന്താന്ന് വെച്ചാൽ കാശ്മീരി കാണാനെത്തുന്നവരെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി ഈ കാശ്മീരൊക്കെ ഒന്ന് ചുറ്റിക്കറക്കുക. ഇതാണ് പുള്ളിക്കാരന്റെ ജോലി എന്ന് പറഞ്ഞാൽ. കാശ്മീരിലെ ചിലയിടങ്ങളിലോട്ടൊന്നും വാഹനം പോകില്ല. കുതിര സഞ്ചാരം വഴി അവിടെ സഞ്ചാരം പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ചിലയിടങ്ങളിൽ കുതിരയുടെ പുറത്ത് കയറി ചുറ്റിക്കാണേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി കുതിര സവാരി നടത്തുകയായിരുന്നു ആദിലിന്റെ ജോലി എന്ന് പറയുന്നത്. സയ്യിദ് ആദിലിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ പെഹൽഗാമിലെ ഒരു പാർക്കിൽ കുതിര സവാരികളെ എത്തിച്ചതായിരുന്നു സയ്യിദ് ആദിൽ. ആ സമയത്താണ് അവിടെ ഭീകരാക്രമണം ഉണ്ടായത്. ഈ സയ്യിദ് ആദിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഭീകരർ വെറുതെ വിട്ടതായിരുന്നു. കാരണം മുസ്ലിം ആണല്ലോ, അവർ ഹിന്ദുക്കളെയാണല്ലോ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത്. പക്ഷെ സയ്യിദ് ആദിൽ അവരെ വിടാൻ തയ്യാറായില്ല. തന്റെ കൂടെ വന്ന വിനോദസഞ്ചാരികളെ വിട്ടയക്കണമെന്ന് ഭീകരരോട് പറയുകയായിരുന്നു. അവർ അതിന് തയ്യാറാകാതെ വരുന്നപ്പോൾ അവസാനം ആദിൽ എന്ത് ചെയ്തു, ഈ ഭീകരന്മാരിൽ ഒരാളുടെ തോക്ക് തട്ടിപ്പറിച്ചു. അതോടെ ഈ ഭീകരരിൽ ദേഷ്യം വന്നെടുത്തൽ എന്ത് ചെയ്തു, ഇതിന് നേരെ വെടിവെച്ചു. അങ്ങനെയാണ് സയ്യിദ് ആദിൽ മരണപ്പെടുന്നത്. പക്ഷെ ഈ സയ്യിദിന്റെ സംഘടനത്തിനിടയിൽ പല വിനോദസഞ്ചാരികൾക്കും രക്ഷപ്പെടാനുള്ള പഴുത് ലഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജീവൻ ത്യജിച്ചു പോലും പലരെയും സയ്യിദ് രക്ഷിച്ചു എന്ന് തന്നെ പറയണം. ഇപ്പോൾ പലരും ജീവനോടെ ഇരിക്കുന്നതും സയ്യിദ് ആദിൽ കാരണമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നല്ല തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇന്ത്യൻ നയതന്ത്ര നയത്തിലെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 1, സിന്ധു നദീജല കരാർ റദ്ദാക്കി. 2 എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 അകട്ടാര അതിർത്തി അടച്ചു. ആ അതിർത്തി വന്ന പൗരന്മാർ മെയ്ക്കകം ഇന്ത്യ വിടണം. ആ അതിർത്തി വന്ന പൗരന്മാർ മെയ് 1-നകം ഇന്ത്യ വിടണം. വിസ വഴി വന്നവർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം. അതായത് പാകിസ്ഥാനിലുള്ള ഒരു പൗരന്മാരും ഇനി ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാരണവശാലും പാക് പൗരന്മാർ ഇന്ത്യയിലേക്ക് വിസ ലഭിക്കില്ല. ഇനി വിസകളെല്ലാം റദ്ദാക്കും. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കും. ഇത്തരമാണ് ഇന്ത്യ സ്വീകരിച്ച നയതന്ത്രം എന്നുള്ളത്. യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത
നടപടികളാണ് പെഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചത്. അതിൽ ഇമ്പോർട്ടന്റ് ആയി പറയേണ്ടത് സിന്ധു നദീജല കരാറിനെ കുറിച്ചിട്ടാണ്. ഇനി എന്താണ് സിന്ധു നദീജല കരാർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. 1969 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചിട്ടാണ് ഒപ്പുവെക്കുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം ഈ കരാറിലേക്ക് കടന്നു വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ച സമയത്ത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന ഒരു നദിയായിരുന്നു സിന്ധു നദി എന്ന് പറയുന്നത്. അപ്പൊ ഈ നദിയുടെ കൺട്രോൾ ആർക്ക് വേണമെന്നുള്ള തർക്കമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുക്കുന്നത്. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? സിന്ധു നദിയിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം അങ്ങ് നിർത്തിവെച്ചു. അവസാനം പാകിസ്ഥാൻ എന്താക്കി? ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് യുഎനെ സമീപിച്ചു. വേണ്ട രീതിയിൽ വെള്ളം കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ യുഎന്റെ മധ്യസ്ഥതയിൽ രണ്ടുപേരും ചർച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് രണ്ട് കരാറിൽ അങ്ങ് ഒപ്പുവെച്ചു. അതായത് സിന്ധു നദീജല കരാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും പോലെ തന്നെയാണ് സിന്ധു നദീജലത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധുയുടെ 80% ഉപയോഗിച്ചു വരുന്നത് പാകിസ്ഥാനാണ്. 20% മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ പലയിടത്തും സിന്ധു നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷികളൊക്കെ ചെയ്തു വരുന്നത്. ഇങ്ങനെ നടന്നിരുന്ന സമയത്ത് ഈ കരാർ നിർത്തിവെക്കുമ്പോൾ സിന്ധുവിൽ നിന്നും പാകിസ്ഥാനിലോട്ടുള്ള വെള്ളം നിർത്തിവെക്കും. സ്വാഭാവികമായിട്ടും അത് കൃഷിയെ വരെ ബാധിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2001 ഇന്ത്യയിലെ പാർലമെന്റ് ആക്രമിച്ചപ്പോൾ 2019 വിമാനാക്രമണം ഉണ്ടായപ്പോഴും ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ കാശ്മീരിലെ പെഹൽഗാമിലെ ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടപ്പോൾ ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറിയെന്നാണ്. എന്തായാലും ഈ വിഷയം പാകിസ്ഥാൻ വൻ തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും. ഇതിന് പാകിസ്ഥാൻ എന്ത് മറുപടി തരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണ് ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.